നമസ്കാരം. തക്കാളിപ്പനി, ടൊമാറ്റോ ഫീവർ അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇത് എല്ലായിടത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിലൊക്കെ. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വൈറൽ രോഗമാണ്. കൈവെള്ളയിൽ, കാലിൻ്റെ അടിയിൽ, വായയിലൊക്കെ കുരുക്കൾ വരും. ഒപ്പം തന്നെ നല്ല പനിയും ജലദോഷവും വരും. ഇതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിലൊക്കെ നല്ല വേദന വരും. അതേപോലെ തന്നെ വായയിലൊക്കെ പൊള്ളമുള്ളത് കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആസിഡിക് ആയിട്ടുള്ള ഫുഡ്, അതായത് ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസ് മുതലായവ ഒഴിവാക്കുക. ഒത്തിരി ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ തണുപ്പുള്ള സാധനങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കരിക്കും വെള്ളം, തൈര്, പപ്പായ, തണ്ണിമത്തൻ പോലുള്ളവ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് പോലുള്ളവ ഉടച്ചു കൊടുക്കാം. എരിവില്ലാത്ത പരിപ്പ് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഇതിനധികം മരുന്നിൻ്റെയോ ആൻറ്റിബയോട്ടിക്കിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, ഡോക്ടറിനെ കാട്ടുക, ഓയിൻമെൻറ്റൊക്കെ തരും. അപ്പോൾ അത് ഒന്ന് പുരട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് നല്ല വാശിയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അവരോട് ദേഷ്യപ്പെടാതെ അവർ നന്നായി കെയർ ചെയ്യാൻ നോക്കുക. അവർക്ക് നല്ല പെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികളിൽ നിന്നും മാറ്റുക. കാര്യം മറ്റു കുട്ടികൾക്ക് പകരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ട് അതിനുള്ളൊരു അവസരം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.